വയനാട്ടിൽ തന്നെ ഏറ്റവും കൂടുതൽ കാട്ടാന ശല്യം നേരിടുന്ന ഒരു മേഖലയാണ് പനമരം പഞ്ചായത്തിലെ അമ്മാനി, നീർവാരം തുടങ്ങിയ പ്രദേശങ്ങൾ. മിക്കവാറും എല്ലാ ദിവസവും ആന ഇറങ്ങി കൃഷി നശിപ്പിക്കുന്ന പ്രദേശങ്ങളാണ്. അതിനൊരു ശാശ്വത പരിഹാരമായാണ് 5 വർഷം മുമ്പ് ക്രാഷ് ഗാർഡ് റോപ്പ് ഫെൻസിങ്, അതായത് 1 കിലോമീറ്ററിന് ഏതാണ്ട് 1 കോടി രൂപ ചെലവ് വരുന്ന ഒരു പദ്ധതി ഈ ഭാഗത്തേക്ക് കൊണ്ടുവന്നത്. 6.8 കിലോമീറ്റർ ദൂരത്തിൽ ഇത്തരത്തിൽ ഫെൻസിങ് ഒരുക്കാനായിരുന്നു പദ്ധതി. അത് പക്ഷേ 5 വർഷം മുമ്പ് ടെൻഡർ ചെയ്തിട്ട് ഇപ്പോഴും പണി എവിടെയും എത്തിയിട്ടില്ല. പണി നടക്കുമ്പോൾ തന്നെ ആ ഫെൻസിങ് ആന തകർത്ത ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ആന വന്നതിൻ്റെ ലക്ഷണങ്ങൾ കാണാം. ഈ ഫെൻസിങ്, ഈ ക്രോസ് ആയിട്ടുള്ള കമ്പിയൊക്കെ തകർത്ത് ഇതിലൂടെ ആന കവച്ച് അപ്പുറം കടന്ന് കൃഷിയിടത്തിലേക്ക് പോയ വഴിയാണ് നമ്മൾ കാണുന്നത്. പണി പൂർത്തിയായിട്ടില്ല. വനംവകുപ്പ് അധികൃതർ പറയുന്നത് ഇതൊരു മൾട്ടിപ്പിൾ ലെയർ ഫെൻസിങ് ആണ്. ഇവിടെ ഈ പോസ്റ്റിൽ ഒരു കമ്പി കൂടി കാണാം. അതിലൂടെ സോളാർ വൈദ്യുതി ലൈൻ, അതായത് ഹാങ്ങിങ് ഫെൻസിങ് കൂടി വരും. കമ്പികൾ തൂങ്ങിക്കിടക്കുന്ന ഒരു മൾട്ടിപ്പിൾ ലെയർ സംവിധാനമാണ്. അത് പൂർത്തിയാകാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ തകർക്കുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ ഈ കോടികൾ ചെലവഴിച്ച് നിർമ്മിക്കുന്ന സാധനങ്ങളാണ് ആന ദിവസങ്ങൾക്കുള്ളിൽ ഇത്തരത്തിൽ തകർത്തിരിക്കുന്നത്. മാത്രമല്ല 5 വർഷമായിട്ടും ഇത് പണി പൂർത്തിയായിട്ടില്ല എന്നൊരവസ്ഥ കൂടിയുണ്ട്. ജനവാസ കേന്ദ്രത്തിലേക്ക് ആന ഇറങ്ങാതിരിക്കുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഇതിൻ്റെ ഒരു കാര്യം. പക്ഷേ ഇതിൻ്റെ ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യവും ഇല്ലാത്ത രീതിയിലുള്ള ഒരു രീതിയാണ് ഇത് ചെയ്തു വെച്ചിരിക്കുന്ന. സാധനം കണ്ടാൽ അറിയാം. റോപ്പ് ഫെൻസിങ് 6 എണ്ണം വേണ്ട സ്ഥലത്ത് ഒരു വളരെ പെന്നിൻ്റെ വലുപ്പമുള്ള 3 കമ്പികൾ വലിച്ച് കെട്ടിയിരിക്കുകയാണ്. വണ്ണമില്ലാത്ത ഈ കമ്പികൾ പൊട്ടിച്ച് ആന നിരന്തരം എല്ലാ ദിവസവും പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 5 കൊല്ലമായി ടെൻഡർ എടുത്തിട്ട് 3 വർഷത്തിൻ്റെ മുകളിലായി ഈ പണി തുടങ്ങിയിട്ട്. ഈ അടുത്ത ലെയർ വരുമ്പോഴേക്കും ഇപ്പോൾ ഈ തീർന്ന ഭാഗം ഏതാണ്ട് ആന പൊട്ടിക്കുന്നൊരവസ്ഥ. അടുത്ത ലെയർ വരണമെങ്കിൽ എത്ര സമയം വേണം? അത്രയും സമയത്തിന് മുമ്പേ ഈ കമ്പികളൊന്നും ഇല്ലാതാവും. ഇതൊന്നും വെറുതെ പറയുന്നതല്ല. അതുകൂടാതെ ഒരു ലെയറിൻ്റെ കുറവിതിൽ വളരെ കാണാനുണ്ട്. ഒരു ലെയർ ഇല്ലാത്തതുകൊണ്ട് ആനയ്ക്ക് കവച്ച് വെച്ച് കിടക്കാവുന്നതാണ്. സിമ്പിളായിട്ട് ആനയ്ക്ക് കടന്നു പോകാം. അതായത് നിർമ്മാണത്തിൽ ഗുരുതരമായ അപാകതകൾ ഉണ്ട് എന്നുകൂടിയാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത്. ജസ്റ്റിൻ മാത്യുവിനൊപ്പം കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.